അതാ കറണ്ട് പോയി. അതിന് ഇവിടുത്തെ റേഡിയോ കറണ്ടിനല്ലല്ലോ. അതിനിപ്പോ ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഡിങ്ക ഡിങ്ക. ഇതാണ് ഡിങ്ക ഡിങ്ക എന്ന് പറയുന്ന ചിക്കു. ആളൊരു രസികനാണ് കേട്ടോ. നീ എന്താ എന്നെ പറ്റി വിചാരിച്ചത്? നീ പോടാ മണ്ടൂസേ. മണ്ടൂസി നിന്റെ ഞാനൊന്നും പറയുന്നില്ല. നീ പറഞ്ഞാൽ ഞാനിപ്പോ തട്ടിപ്പോവല്ലേ? അല്ലേ എന്താ എന്താ പ്രശ്നം? ഒന്നും നിങ്ങൾ തമ്മിൽ പ്രശ്നമാണല്ലോ. അതെ അതെ, ഞാൻ കാണുമ്പോഴൊക്കെ ഇവർ ഇങ്ങനെ തന്നെയോ. ഞങ്ങളെക്കാളും നിങ്ങൾക്ക് വിവരമുണ്ടായിട്ടും നിങ്ങൾ തമ്മിൽ വഴക്കടിക്കുകയാണോ? കാലം പോയൊരു പോക്ക്. ഇപ്പോ വിവരമുള്ളവരുടെ വിവരക്കേട് ചെയ്യുന്നത്. ഒന്ന് നിർത്തൂ, മതി വഴക്കടിച്ചത്. എന്നിട്ട് നിർത്തുന്നില്ലല്ലോ. ഇനി ഇവരുടെ വഴക്ക് ആർക്കോ നിർത്താൻ കഴിയുക? എന്താ പ്രശ്നം? അല്ല, ആരായത്? ചിന്നുവോ? ചിന്നു ഒന്ന് നന്നായി. എന്ത് പറയാനാ ചിന്നു, ഇവർ കുറെ നേരമായി വഴക്കടിക്കാൻ തുടങ്ങിയിട്ട്. അതേ ചിന്നു, ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും ഇവർ കേൾക്കുന്നേയില്ല. നിർത്തൂ കുട്ടികളെ, നമ്മൾ വഴക്കടിക്കാൻ പാടില്ല. ചിന്നു, ഇനി ഞങ്ങൾ പോകുകയാണ്. ശരി. നിങ്ങളുടെ പ്രശ്നം മുതലച്ചേട്ടന്മാർ എത്ര നല്ല രീതിയിൽ പരിഹരിക്കാൻ നോക്കി. പക്ഷേ നിങ്ങളെക്കാളും വലിയവരാണെന്ന വില പോലും അവർക്ക് നിങ്ങൾ നൽകിയോ? നമ്മൾ തമ്മിൽ ഉപദ്രവിക്കുകയല്ല വേണ്ടത്, മറിച്ച് നമ്മൾ ഉപദ്രവം തടയുകയാണ് വേണ്ടത്. ഈ ലോകത്ത് എല്ലാവരും തമ്മിലടിക്കുന്നു. ആർക്കും ആരെയും വേണ്ട. ഇങ്ങനെയൊന്നും നമ്മൾ ആവാൻ പാടില്ല കേട്ടോ. ഇനി മുതലെങ്കിലും മുതിർന്നവരെ ബഹുമാനിക്കാനും തമ്മിലടിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. ചിന്നു, ഞങ്ങൾ അറിയാതെ. സാരമില്ല, ഇനി പ്രശ്നങ്ങളെല്ലാം തീർന്നു. രണ്ടുപേരും ഒന്ന് കൈകോർത്തു പിടിച്ച് എന്നും ഈ ഒരുമ നിലനിർത്തണം കേട്ടോ. ശരി ചിന്നു. അല്ല, നിങ്ങളുടെ കണ്ണട എടുക്കുന്നില്ലേ? അത് ഞാൻ മറന്നതല്ലേ. ഇനി നീ എടുത്തു വെച്ചോ. ആ പിന്നെ വാതിലെല്ലാം ശരിക്കും അടച്ചേര്. കള്ളന്മാരുടെ സീസണാ. എപ്പോഴാ കേറി വരാവും, ശ്രദ്ധിച്ചേ. ഹായ് ചിന്നു, ഗുഡ് മോർണിംഗ്. അല്ല ചിക്കു, നീ ഇംഗ്ലീഷും പഠിച്ചോ? ആ, ഞാനും ആ സാധനം പഠിച്ചു. ഇപ്പൊ നാട്ടിലത്തെ പോലെ കാട്ടിൽ സ്പോക്കൺ ഇംഗ്ലീഷ് സെന്റർ അല്ലേ. ഡിങ്ക ഡിങ്ക. അതല്ല, നീ ഇന്ന് റേഡിയോയിൽ വാർത്ത കേട്ടോ? ഞാൻ ഇന്ന് വാർത്തയല്ല കണ്ടത്, പാട്ടാ കണ്ടതോ? അതിനിപ്പോ ഞാനൊരു തമാശ പറഞ്ഞല്ലേ. അല്ല ചിന്നു, നിന്റെ പഠിത്തമൊക്കെ എവിടം വരെ ആയി? അതൊന്നും പറയാതിരിക്കാണ് നല്ലത്. അതെന്താ, കാലിവേഴ്സിറ്റിയിൽ വല്ല പ്രശ്നവും ഉണ്ടായോ? വല്ല റാങ്കിങ്ങോ മറ്റോ? ഇപ്പോ സ്റ്റുഡൻസ് അല്ല റാഗ് ചെയ്യുന്നത്, കാലിവേഴ്സിറ്റിയാണ് സ്റ്റുഡൻസിനെ റാഗ് ചെയ്യുന്നത്. ഇന്നെന്താ ചിന്നു, നീ ക്ലാസ്സിലൊന്നും പോകുന്നില്ലേ? അതിന് ഇന്ന് ഞായറാഴ്ചയല്ലേ ചിക്കു? അത് ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഡിങ്ക ഡിങ്ക. അപ്പോ വൈകിട്ട് എന്താ പരിപാടി? വൈകിട്ടോ? സോറി, അല്ല ഇപ്പെന്താ പരിപാടി? അതെന്താ അങ്ങനെ ചോദിച്ച്? അതല്ല, വല്ല തീറ്റ പരിപാടിയോ മറ്റോ? അതെ അതെ, എനിക്കും വല്ലാതെ വിശക്കുന്നു. എനിക്കും. എന്ത്? അതല്ലാന്ന്, എനിക്കും വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞതാ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്,
കാലിവേഴ്സിറ്റിയിൽ പോയാൽ അവിടെ കുറേ പരീക്ഷാ പേപ്പറുകൾ കെട്ടിക്കിടക്കുന്നുണ്ടാവും. അതെല്ലാം തിന്ന് വിശപ്പ് മാറ്റാം. ആരും ഒന്നും പറയില്ല. എന്റെ മാതിരി തമാശ പറയല്ലടോ. അല്ല, ഞാൻ കാര്യമാണ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാലിവേഴ്സിറ്റിയുടെ അവസ്ഥ. 24 hours കള്ള് കുടിച്ച് കിട്ടണ കാശിന് ബീഡി വലിച്ച് എന്റെ കുട്ടീനെ കഷ്ടപ്പെടുത്തല്ലട്ട, എന്റെ കുട്ടീനെ കഷ്ടപ്പെടുത്തല്ലട്ട. ആ കള്ളുടിയും കുരങ്ങച്ചൻ വരുന്നുണ്ട്. ഇങ്ങോട്ടെത്തട്ടെ, അവനെ ശരിയാക്കി കൊടുക്കാം. 24 hours കള്ള് കുടിച്ച് കിട്ടണ കാശിന് ബീഡി വലിച്ച് എന്റെ കുട്ടീനെ കഷ്ടപ്പെടുത്തല്ലട്ട, എന്റെ കുട്ടീനെ കഷ്ടപ്പെടുത്ത. ആ നല്ലവണ്ണം വീശിയിട്ടുണ്ടല്ലോ. ഡിങ്ക ഡിങ്ക. നിർത്തിക്കൂടെ കുരങ്ങച്ച ഈ കുടി? എന്തിനാണ് വെറുതെ കുടിച്ച് തടി കേടാക്കുന്നത്? നിനക്കുമില്ലേ കുടുംബമൊക്കെ? എന്താ കുരങ്ങച്ച ഈ പ്രായത്തിൽ വെറുതെ ഇങ്ങനെ? മര്യാദക്ക് നടന്നൂടെ? നിർത്തിക്കൂടെ കുരങ്ങച്ച ഈ കുടി? എന്തിനാണ് വെറുതെ കുടിച്ച് തടി കേടാക്കുന്നത്? നിനക്കുമില്ലേ കുടുംബമൊക്കെ? ഈ ലോകത്ത് എത്രയെത്ര പ്രശ്നങ്ങളാണുള്ളത്. എന്നിട്ടും ആരും തന്നെ ആ ഭാഗം ശ്രദ്ധിക്കുന്നേ ഇല്ല. എല്ലാവരും സ്വാർത്ഥന്മാരാകുകയാണ് ചെയ്യുന്നത്. സ്വാർത്ഥന്മാർ എന്ന് വെച്ചാൽ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്നവർക്കാണ് സ്വാർത്ഥന്മാർ എന്ന് പറയുന്നത്. നമ്മൾ ആരും തന്നെ ഇങ്ങനെയാവാൻ പാടില്ല. നമ്മൾ മറ്റുള്ളവർക്ക് തണലേകുകയാണ് വേണ്ടത്. അതെ അതെ, നമ്മൾ മനുഷ്യന്മാരെ പോലെ ആവാൻ പാടില്ല. എന്താ ചിന്നു, ഇന്ന് ക്ലാസ് പോവാണോ? കളിയാക്കരുത്. അത് ചുണ്ടൊരു തമാശ പറഞ്ഞല്ലേ ചിന്നു. ഡിങ്ക ഡിങ്ക. ചിന്നു, നീ എന്നെ കണ്ടുപിടിക്കേ. മര്യാദയോടെ ജീവിച്ചാലേ ഈ ലോകത്ത് ഒന്നും നേടാൻ കഴിയില്ല. കുറച്ചൊക്കെ തിരിഞ്ഞ വഴി എടുത്താലേ നമ്മൾ വിചാരിച്ച സംഗതികൾ നടക്കൂ. അങ്ങനെ ജീവിച്ചതുകൊണ്ട് ഒരു പ്രയോജനവും കിട്ടാൻ പോണില്ല. ആര് പറഞ്ഞു? എനിക്ക് എല്ലാം കിട്ടുന്നുണ്ടല്ലോ. ഞാനിപ്പോ ആരാ? അടുത്തതായി ഈ കാടാകുന്ന സാമ്രാജ്യം മൊത്തം എന്റേതാകും. നോക്കിക്കോ, വൈകാതെ എല്ലാം ഞാൻ കാണിച്ചു തരാം. നമ്മൾക്ക് ആർക്കും അഹങ്കരിക്കാൻ ഒരു അവകാശവുമില്ല ചുണ്ടു. ഈ സമ്പത്തെല്ലാം തന്ന ദൈവത്തിന് അത് തിരിച്ചെടുക്കാനുള്ള അവകാശവും ഉണ്ടെന്ന് ഓർക്കുക. നീ ഒന്ന് പോയേ. നിന്നോട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത്. ഏതായാലും ഞാൻ പോവാ.
അങ്ങനെ ജീവിച്ചതുകൊണ്ട് ഒരു പ്രയോജനവും കിട്ടാൻ പോണില്ല. അഹങ്കാരത്തിന്റെ ഫലം വൈകാതെ അവൻ അറിഞ്ഞോളും. അതെ അതെ. അല്ല, ചിന്നു എങ്ങോട്ടാ പോകുന്നേ? ചിന്നു എങ്ങോട്ടാ പോകുന്നേ? ഞാൻ കല്യാണത്തിന് പോവുകയാ. എനിക്കുമുണ്ടല്ലോ ഡിങ്ക ഡിങ്ക. എന്ത് കല്യാണം? ആരുടെ കല്യാണത്തിനാ ചിന്നു? അല്ല, ചിക്കുവും എങ്ങോട്ടാണോ? ചിന്നു, ഒരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? എനിക്ക് വല്ലാതെ പേടിയാകുന്നു. എന്തിനാ പേടിക്കുന്നത്? അല്ല മരമേ, നീ വല്ല പണിയോ ഒപ്പിച്ചോ? ഡിങ്ക ഡിങ്ക. അതൊന്നുമല്ല ചിന്നു, എന്നെ മനുഷ്യന്മാർ കൊല്ലാനുള്ള പ്ലാൻ ഇട്ടിട്ടുണ്ട്. അതെയോ? മനുഷ്യന്മാർ തമ്മിലടിച്ച് പരസ്പരം കൊല്ലുന്നു എന്ന് വെച്ച് നമ്മെയും കൊല്ലാൻ വരണോ? നീ പോയാൽ ആരാ നമുക്ക് തണൽ തരിക? അതെ അതെ, ഈ ആധുനിക ലോകത്ത് നിന്നെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ മനുഷ്യന്മാർ മറന്നുപോയിരിക്കുന്നു. നീ പേടിക്കേണ്ട, ആരും ഒന്നും ചെയ്യില്ല. ഞങ്ങൾ പോവുകയാ. ശരി ചിന്നു. ചിക്കു, എല്ലാവരും ഈ കാലഘട്ടത്തിൽ വന്ന വഴി മറക്കുന്നു. അതെയോ? പിന്നെ നമ്മൾ എങ്ങനെ തിരികെ പോവും? അതല്ല മണ്ടൂസേ, പിന്നെ ഈ ആധുനിക ലോകത്തെ സുഖാഡംബരത്തിൽ മുഴുകി പഴയ ജീവിത രീതി എല്ലാം മറന്നു പോകുന്നു. ശരിയാണ്. മരച്ചേട്ടന്റെ കാര്യം തന്നെ കണ്ടില്ലേ? കല്യാണത്തിന് വരുന്നില്ലേ ചിന്നു? ആ, ഞങ്ങളും വരുന്നുണ്ട്. നീ തോണിയൊന്ന് അടുപ്പിക്ക്. ശരി ശരി, ഞാനിത് അടുപ്പിച്ചിരിക്കുന്നു. സുഖമില്ലേ ചിക്കു? വിശക്കുന്നുണ്ടോന്നൊരു സംശയം. ഊതലേ ഊതലേ. കല്യാണം തകർപ്പനായിരിക്കും അല്ലേ ചിന്നു? ആ, നോക്കാം. ആനച്ചേട്ടന്റേതല്ലേ? കാണാൻ പോകുന്ന പൂരമല്ലേ, അത് ഇപ്പൊ തന്നെ പറയണോ? നമുക്ക് ഏതായാലും നല്ല കോളായി. ഡിങ്ക ഡിങ്ക.
എല്ലാവരും ഇറങ്ങിക്കോ. നീ വരുന്നില്ലേ പല്ല? ഞാനിതാ വരുന്നു. തോണി ഒന്ന് കെട്ടട്ടെ. കെട്ടിയില്ലെങ്കിൽ പാറിപ്പോകും അല്ലേ പല്ല? നീ വന്നേ, വെറുതെ തമാശ പറയാതെ. ചിന്നു, നല്ല രസകരമായിരുന്നല്ലേ കല്യാണം? അതെ അതെ, ഈ കല്യാണം നമ്മുടെ നാടിനൊരു മാതൃകയാണ്. അതെന്താണ് ചിന്നു മാതൃകയാണെന്ന് പറഞ്ഞത്? ചുരുങ്ങിയ ചിലവിലായിരുന്നു ആനച്ചേട്ടന്റെ കല്യാണം നടന്നത്. ഈ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ കാഴ്ചയെല്ലാം ചുരുക്കമാണ്. നമ്മൾ ഇതെല്ലാമാണ് മാതൃകയാക്കേണ്ടത്. അതെ അതെ, ചിന്നു പറഞ്ഞതാ ശരി. ഡിങ്ക ഡിങ്ക. അതാ ആ അഹങ്കാരി കുറുക്കൻ വരുന്നു. ചിന്നു, എന്നോട് ക്ഷമിക്കണം. നീ പറഞ്ഞതൊക്കെ ശരിയാണ്. എനിക്ക് തെറ്റുപറ്റിപ്പോയി. അതൊന്നും സാരമില്ല. ഒരു തെറ്റൊക്കെ ആർക്കും സംഭവിക്കും. അതെ അതെ, ചിന്നു പറഞ്ഞതാ ശരി. ഡിങ്ക ഡിങ്ക. എടാ ചുണ്ടു, അഹങ്കരിക്കാതെ ജീവിക്കാൻ പഠിക്കണം. അതെല്ലാമാണ് ജീവിത വിജയം എന്ന് പറയുന്നത്. ചിന്നു, എന്നോട് ക്ഷമിക്കണം. നീ പറഞ്ഞതൊക്കെ ശരിയാണ്. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യില്ല. ഇനി മുതൽ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളോടൊപ്പം ഞാനുമുണ്ട്. അല്ല, നമ്മുടെ കഴുതച്ചേട്ടനല്ലേ ആ കിടന്നുറങ്ങുന്നത്? നല്ല ഉറക്കമാ. ഡിങ്ക ഡിങ്ക. കഴുതച്ചേട്ടാ, 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 കഴുതച്ചേട്ടാ. ഹാ, ചിന്നു ആയിരുന്നോ? വല്ലാത്ത ക്ഷീണം, എന്താ ഇവിടെ കിടന്നുറങ്ങുന്നത്? വല്ലാത്ത ക്ഷീണം. പണിയെടുക്കാത്തവർക്ക് ക്ഷീണമോ? അത്ഭുതം തന്നെ. ഡിങ്ക ഡിങ്ക. അതെ അതെ. എന്താ കഴുതച്ചേട്ടാ, ഒരു പണിയും ചെയ്യാതെ ഇവിടെ ഇങ്ങനെ? കഴുതച്ചേട്ടാ, നമ്മൾ മടിയന്മാരാവാൻ പാടില്ല. മടി വന്നാൽ അവസാനം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അത് നമുക്കൊരു ഭാരമായി മാറുകയും ചെയ്യും. അതെ അതെ, ആ മടിയൻ മല ചുമക്കുക തന്നെ ചെയ്യും. ചിന്നു, ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഇനി മുതൽ മടിയനാകാതെ നല്ലവണ്ണം അധ്വാനിച്ചോളാം. ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലേ? ഡിങ്ക ഡിങ്ക. എന്ത്? എന്നെ കോറല്ലേ? ഞാൻ കോറിയതല്ല, മാന്തിയതാ. അതൊക്കെ പോട്ടെ.
ഇനി നമുക്ക് കുറച്ചു നേരം മരച്ചുവട്ടിലിരിക്കാം. നമുക്കൊരു സംഘമാവാം. ഒറ്റയ്ക്കിരുന്നാൽ ഒന്നും നടക്കില്ല. അതെ അതെ, ഒത്തുപിടിച്ചാൽ മലയും പോരും. ഡിങ്ക ഡിങ്ക. ചിക്കു പറഞ്ഞതിൽ കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാവിധ തിന്മകൾക്കുമെതിരെ ശബ്ദിക്കേണ്ടതുണ്ട്. ഒറ്റക്കല്ല, കൂട്ടമായിക്കൊണ്ട്. ഞങ്ങൾ എല്ലാവരും റെഡിയാണ് ചിന്നു. ഞാനുമുണ്ട്, 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 ഞാനുമുണ്ട്. നിങ്ങളുടെ ഈ നന്മയാർന്ന സംഘത്തിൽ ഇനി ഞാനുമുണ്ട്. കുരങ്ങച്ച, അതെന്താ ഒരു വല്ലാത്ത മാറ്റം? ഞാൻ നല്ലവനാകാൻ തീരുമാനിച്ചു. എന്നാലേ എനിക്ക് സ്വർഗം കിട്ടൂ. ഇതെല്ലാം കുരങ്ങച്ചന് മനസ്സിലായല്ലോ. അതു മതി. ദൈവത്തിനു നന്ദി. ഇനി നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷത്തിന്റെ കാലമല്ലേ ചിന്നു? അതെ അതെ, ഇനി മുതൽ സന്തോഷത്തിന്റെ കാലം തന്നെ. ഡിങ്ക ഡിങ്ക. ഡിങ്ക ഡിങ്ക.